ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു ദീദി പഠിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തേക്ക് പോകാനുണ്ടോ. അപ്പം ഇന്ന് ദീദിനേറ്റ് നമ്മളൊരു ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു അൽസാഫ് മന്തി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചിക്കൻ സൂപ്പ് വന്നിക്കണ്. ചെറിയൊരു ബൗള് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ആവറേജ് അത്രക്കൊന്നുമില്ല, ഒരു പൗണ്ട്. ഈ ഷോപ്പ് നമ്മളെ നാട്ടിലിപ്പോൾ അടുത്ത ഓപ്പൺ ആയതാണ് കേട്ടോ. നമ്മുടെ മന്തി എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മയോണൈസും ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോഴും ഓര് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെറുതെ ബഡായി അവിടെ പൊട്ടിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഫുഡല്ല മെയിനാണ്, അപ്പോൾ നമ്മളത് വേഗം തീർക്കണം. ഗൈസ്, ഓർക്ക് ഫുഡൊന്നല്ല മെയിന്. ബാദുക്കാക്കൊക്കെ അവിടെ ദീദിമാരായിട്ട് ബഡായി പൊട്ടിച്ചിരിക്കാം. പിന്നെ ബാദുവിൻ്റെ അത്ര കഴിവ് ആർക്കും ഇല്ലല്ലോ. എനിക്ക് പിന്നെ മിററിലൊക്കെ നോക്കിയിട്ട് ഓരോ കോമാളിത്തരം കാണും ഗൈസ്. അപ്പോൾ ഓരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഓരെന്നെ കൂട്ടാതെ പോകും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ നേരെ കസവ് കേന്ദ്രയിലേക്കാണ് കേട്ടോ പോണത്. ഓണത്തിന് വരവേൽക്കാൻ നമ്മൾ കസവ് കേന്ദ്രം ഇതാ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കസവ് കേന്ദ്രം ഓണത്തിന് വന്നത്. ഈ വീഡിയോയിലേക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, എന്നാലും അത്രമേൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കയറി വരുന്ന എൻട്രൻസിൽ മാത്രമുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് മാത്രമേ എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിതാ കസവിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ദീദിൻ്റെ ഹെയർ കട്ട് ചെയ്യാണ്ട്. ദിസ് ഈസ് മരവാഴ. നമ്മൾ കസവ് കേന്ദ്രയിലുള്ള സെക്കൻഡ് ഫ്ലോറിലുള്ള തായ്ഫിലാണ് നമ്മൾ വന്നത്. തായ്ഫിൽ നമ്മളിതാ സയാറോ എന്തൊക്കെ ഒരു പേര് ഗൈസ്. അപ്പോൾ നമ്മളിതാ ദീദിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ബോറടിച്ചിരിക്കുന്നു എൻ്റെ ഇക്കാക്ക. ഗൈസ്, നിങ്ങൾക്കൊരു വലിയ ചരിത്രം കാണിച്ചു തരാം. എൻ്റെ ദീദി ആദ്യമായിട്ട് കുളിച്ച് ഗൈസ്. ഇപ്പോൾ വേറെ ദീദി കേട്ടോ ഹെയർ കട്ട് ചെയ്യണത്. നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങി കഴിച്ചതാണ്. ടേസ്റ്റ് ഒന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? അത് കട്ട് 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 ഇത് ബ്രെഡിൽ മുക്കി പൊരിച്ച മൈദ. മൈദയിൽ മുക്കി പൊരിച്ച ബ്രെഡ് പറയണ ബ്രെഡിൽ മുക്കി പൊരിച്ചപ്പോ ഇതെന്താ ഓള് വെറൈറ്റി കണ്ടു വാങ്ങിയതാ. പോളെ ഇതെന്ത് ഇത് പിന്നെ ഓർക്കാണ് നോക്കുക. അതിൽ വെച്ചെടുത്തു. ഞാനത് ദീദിക്ക് കൊണ്ടേ കൊടുക്കട്ടെ. നമ്മൾ മാത്രം രുചി അറിഞ്ഞാൽ പോരട്ടോ, ദീദിയും കൂട്ടി അറിയണ്ടേ. ഇത് കൊടുക്ക. ആൾക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഞാൻ ഇത് കൊടുത്തില്ല, ഇത് വേണ്ട പറഞ്ഞു. ഇത് കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായി. ഇത് മൊരിനിക്കണ് നല്ല സോഫ്റ്റും ഉണ്ട്. പക്ഷെ ഇതെന്താ അത് ഫ്രീസറിൽ വെച്ചാറുണ്ട്. നോക്കിയോണ്ടേ. ഉണ്ടോ? ഇത്രയും കഷ്ടിച്ച് ഇതിലൊരു ഭാഗം കിട്ടിയത്. ഓക്കെ, ബൈ. ഇതൊരു ഞാൻ ഒന്ന് കൈ ചെയ്യട്ടെ. ഗൈസ്, വീടിൻ്റെ എത്ര നോക്കിയ ഗൈസ് കുഴപ്പമില്ല. ഫൈനലി റിസൾട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ദീദിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ഈ ഹെയർ കട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ സ്റ്റൈലിൻ്റെ പേരറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ നിങ്ങൾ ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.